ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ചേച്ചിയുടെ കുറേ നാളത്തെ സ്വപ്നമായ നമ്മുടെ ഹൗസ് വാമിങ്ങിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം, അപ്പോൾ ഇടാം. അപ്പം ഇത് രാവിലെ തന്നെ ഞാൻ കുളിച്ച് ഒരു ഉച്ച സമയത്ത്, രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോൾ കുളിച്ചു കേട്ടോ. കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഒരുക്കി ഞാനും ഒരുങ്ങി, ഞാനും അമ്മയും കൊച്ചും കൂടെയാണ് കേട്ടോ പോകുന്നത്. ചേട്ടായിക്ക് വരാൻ പറ്റത്തില്ലെന്നല്ല, ചേട്ടായി വരും. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചേട്ടായി ശനിയാഴ്ചയോ ഞായറാഴ്ച ആയിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും വരുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോഴത്തേനും ദാഹിച്ചു. അപ്പോഴത്തേനും അമ്മയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു, ജ്യൂസൊക്കെ എനിക്ക് തന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുടിച്ചു. ഇന്നലെ ഞങ്ങൾ പാലായിലെത്തി. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ, ജന ഔഷധിയിൽ. അപ്പോൾ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ അമ്മ ദേ പോയിട്ട് വരുന്നതാണ്. ഞാൻ വീഡിയോ ദിവസം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ താമസം മാത്രമല്ല, ആ ദിവസം തന്നെ അബിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ദേ പാലായിലൊരു ഞങ്ങളുടെ കിഡ്സിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ കയറി മൊത്തം കിഡ്സിൻ്റെ ഐറ്റംസ് ആയതുകൊണ്ട് പെണ്ണ് ദേ ഓരോന്നൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ ദേ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ദേ ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പാട്ടൊക്കെ ഉള്ള ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ലോങ് പോകുമ്പോൾ പാട്ടൊക്കെ വെച്ച് കേട്ടൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ദേ പോയി. പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തല്ലേ കോപ്പിറൈറ്റ് കാണിക്കത്തില്ലേ, അതുകൊണ്ട് ഞാനെല്ലാം മ്യൂട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നോട് ഏതാണ്ട് ചോദിച്ചതിന് മറുപടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെ തൊടുപുഴ വന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് തന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. തൊടുപുഴ വന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ബിരിയാണി കഴിച്ചു, കുഞ്ഞാപ്പിക്കും കൊടുത്തു, ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട് എത്തിയിട്ടാണ്. വീട് എത്തിയപ്പോഴത്തേക്കും കല്ലുകെട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ആ കട്ട വെക്കി അതിൻ്റെ മണ്ടയ്ക്ക് തീർക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് കഞ്ഞി കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ഇരുന്നാലും ഓർക്കുന്നു. ശരി. അപ്പോൾ വീട്ടിലൊക്കെ വന്ന് ഞാൻ ജസ്റ്റ് വീട് കാണാൻ വേണ്ടിയിട്ട് കയറി വന്നു. ഇതാണ് കേട്ടോ അടുക്കള, ഇത് ബാത്റൂമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ രീതിയിൽ തന്നെ ഞങ്ങളുടെയും അധികം താമസിയാതെ കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയെങ്കിലും പണിയാൻ സാധിക്കട്ടെ ഞങ്ങൾക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അപ്പോൾ ആ സ്വപ്നം ചേച്ചി സാക്ഷാത്കരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിയുടെ കൊച്ച്, മൂത്ത കൊച്ച്. ഇത് ഇളയ കൊച്ച്. അവൻ പൈപ്പൊക്കെ തിരിച്ച് കളിക്കുമായിരുന്നു. പിന്നെ ചേട്ടന്മാരുണ്ട് കേട്ടോ, പണിക്കാരുണ്ട്. വൈകുന്നേരം കൊണ്ട് നമുക്കെല്ലാം സെറ്റാക്കി പൊടികളും എല്ലാം അടിച്ച് തൂത്തുവാരി ക്ലീൻ ആക്കണം. അപ്പം ഇത്രയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനിയിപ്പം ഇവിടെയൊക്കെ തൂത്ത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ക്ലീൻ ആക്കണമല്ലോ, എല്ലാം പെയിൻറ്റിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം പൊടികളും പാറപ്പൊടികളും എല്ലാം കിടപ്പുണ്ട് റൂമിൽ കൂടെ. അപ്പം അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി അടുത്ത ടാസ്ക് അതാണ്. അതിനിടയ്ക്ക് തൊട്ട് താഴെയാണ് കേട്ടോ ഇവർ വാടകയ്ക്ക് കിടക്കുന്നതും. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ താഴെ നിന്ന് എല്ലാമായിട്ട് കൊണ്ടുവരുന്നില്ല, കുറേശ്ശെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ സാധനങ്ങളൊന്നും വീട്ടിനകത്തില്ലാത്തത്, സാധനങ്ങളൊന്നും വീട്ടിനകത്തോട്ട് കയറ്റിയിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ അടിച്ച് തൂത്ത് വരാനൊക്കെ പോവുകയാണ്. ഓരോരോ ക്ലീനിങ് ഓരോരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ ചെയ്യുവാണ്. നല്ല അല്ലേ അമ്മേ? അയ്യോ, എനിക്കിന്ന് ക്ലാസ് ഉണ്ട് ഗൈസ്, എനിക്കിന്ന് ക്ലാസ്സിന് ഇരിക്കണം. അയ്യോ, ഇതാണ് എൻ്റെ ചെക്കൻ അബി. പിന്നെ ആരാ? പിന്നെ ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി ഫോട്ടോ.
പിന്നെ ദേ ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോയാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ ഓണത്തിന് ഒരുമിച്ച് ഒരേപോലെ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ട വീഡിയോ ആണ്, ഫോട്ടോയാണ്. പിന്നെ ദേ എൻ്റെ പേരപ്പനാണ് കേട്ടോ. ഇല്ല, അതങ്ങനെ കടിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. കടിക്കുന്നതാണോ ഇത് കുട്ടി ടൈപ്പ് പൂച്ച? ഇല്ല, എനിക്കാണെങ്കിൽ പൂച്ചയെന്ന് പറഞ്ഞ സാധനത്തിനെ എനിക്ക് ഇഷ്ടമില്ല. എന്ത് ക്യൂട്ടാണ് പൂച്ച. എടാ അതിനെ ഇങ്ങോട്ടൊന്ന് തിരിച്ചിരുത്തിക്കേടാ. അയ്യോ എൻ്റെ മേത്തൊക്കെ വിടണ്ട, എനിക്ക് പേടിയാ. ഇങ്ങനെ മോനെ എനിക്ക് വേണ്ട, ഇത് എടുത്തോളാം അവള് പറഞ്ഞു. പക്ഷെ ഇത് വേണ്ട, ഇത് കണ്ട് ഇത് പോയതാ. കുഞ്ഞി മാമ്പഴം വേണോ? കുഞ്ഞി മാമ്പഴം വേണോ? ഞാൻ പറഞ്ഞു വെളിച്ചല്ലാന്ന് പറഞ്ഞു. ഇതന്നെ നമ്മളെയൊന്നും അറിയാല. അല്ല അറിയാല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല. പിന്നെ ദേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു വീടിന്. അങ്ങനെ പിന്നെ ദേ ഞാൻ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് 7 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോർത്ത് എടുത്തു. പിന്നെ ദേ വൈകുന്നേരം മാലബൾബും കൂടെ ഒക്കെ ഇട്ട് കിട്ടുമെന്നേ. മാലബൾബ് ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി. അപ്പോൾ ദേ നേരം വെളുത്തു. 2 വീഡിയോയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോയും കൂടെ നേരെയൊക്കെ വെളുത്തു. രാവിലെ തന്നെ കത്തിക്കാനുള്ള പ്ലാനിലാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഡ്രസ്സല്ലാണ് കേട്ടോ കത്തിക്കാൻ നേരത്തെ അധികം അങ്ങനെ ആൾക്കാരില്ലല്ലോ. അപ്പോഴത്തേനും ഞാനത് ഇട്ടു. പിന്നീട് മാറാമല്ലോ എന്ന് ഓർത്ത് ആ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ രാവിലത്തെ ഒരുക്കത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ദൈവം സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇത് ഞാൻ ചേച്ചി ഇതുപോലത്തെ തന്നെ ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ രാവിലത്തെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടായി തിരി കത്തിച്ച് കയറാനുള്ള പരിപാടിയാണ്, വീടിനകത്ത് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചേട്ടായിയൊക്കെ വന്നായിരുന്നു കേട്ടോ. ചേട്ടായുടെ ഒന്നും വീഡിയോ ഒക്കെ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോഴത്തെ തിരക്കിനിടയ്ക്ക്. അപ്പോൾ താഴെ മുകളിലാവുന്നത് തിരികെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുന്നതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശ്രദ്ധിക്കാൻ പറ്റിയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വിളക്ക് കൊണ്ടും അരിയും ഉപ്പൊക്കെ ആയിട്ട് വലം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി അമ്മയും കൂടെ വലം വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ കാണുന്നത്. പുറകെ എല്ലാവരും ഉണ്ട്. ഞാൻ പുറകെ ക്യാമറയായിട്ട് ഞാൻ പോവില്ല, വീഡിയോ ആയിട്ട് പോവില്ല. പിന്നെ എനിക്ക് കൂടെ ഷോർട്ട് വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ 2 രീതിക്ക് എടുക്കുന്നതുകൊണ്ട് അവർ തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ എടുക്കാമെന്ന് ഓർത്ത് ഞാൻ പുറകെ പോയില്ല അവരുടെ. അപ്പോൾ അവർ കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. കറക്റ്റ് അവർ കയറുന്ന സമയമായപ്പോൾ കാറ്റ് വന്നു. അപ്പോൾ തിരിയൊക്കെ കെട്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മ തിരിയൊക്കെ കയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ തിരി അങ്ങ് കെട്ടുപോകാറായിട്ട് വരുമായിരുന്നു കേട്ടോ. പിന്നെ വീടിനകത്തോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാഫല്യം സാക്ഷാത്കരിച്ചു. വീടിൻ്റെ കീയൊക്കെ ചേട്ടൻ തുറന്നു. അമ്മയാണ് കേട്ടോ ആദ്യം കയറിയത്. പുറകെ അബി കയറി, അത് കഴിഞ്ഞിട്ട് ചേച്ചി കയറി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറകെ ചെന്നു. അപ്പോൾ തീ കത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കയറിപ്പോയി. ഇനിയിപ്പോൾ ഗണപതിക്ക് വേണ്ടി വെക്കണം. അങ്ങനെയൊക്കെ കുറേ ആദ്യത്തെ കുറച്ച് ഒരുക്കങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വീടിനകത്ത് കയറിയിട്ട് അവർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഗണപതിക്കുള്ളതൊക്കെ ചേട്ടായി സെറ്റാക്കി. പിന്നെ അടുപ്പ് തീ പിടിപ്പിക്കാനുള്ള നമ്മുടെ തിരിയൊക്കെ ഇല്ലേ, അതൊക്കെ സെറ്റാക്കുന്നു. ചേച്ചി ഏതാണ്ടൊക്കെ അടുക്കി ഒതുക്കി വെക്കുന്നു. അങ്ങനെയൊക്കെ ഓരോരോരോ ഒരുക്കങ്ങൾ ചെയ്യാൻ ഗണപതിക്കുള്ളതൊക്കെ റെഡിയായി. രണ്ടുപേരും കൂടെ കയ്യിലോട്ട് പിടി. അപ്പോൾ തീയൊക്കെ കത്തിച്ചു. പിന്നെ പാല് കാച്ചാനുള്ള കലം ചേച്ചി അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. കുറച്ചൊക്കെയാണ് കേട്ടോ ഞാൻ അല്ലാത്ത വോയിസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ഓൺ വോയിസാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കൊക്കെ വേറെ സൗണ്ടുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ മൊത്തം ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാലൊക്കെ വെച്ചു അടുപ്പിൽ. തിളച്ചു കിട്ടോ, തിളച്ചു.
പിന്നെ ദേ മൈക്ക് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഗിഫ്റ്റൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോന്നേ. മൈക്ക് സെറ്റൊക്കെ ആയിട്ട് അപ്പോൾ ചേട്ടായിയൊക്കെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അച്ഛയാണ് കേട്ടോ ഇപ്പോൾ പാടുന്നത്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായി കയറിയിരുന്നു കേട്ടോ. എന്നെ കഴിക്കാൻ വിളിച്ച് ഞാൻ പോയില്ല. പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും അവരവിടെ കഴിക്കുന്ന സമയത്ത് മുകളിൽ കുഞ്ഞാൻ്റിയും അച്ഛയും ഇപ്പുറത്തിരിക്കുന്ന സാരി കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ. തൊട്ടിപ്പുറം നിൽക്കുന്നത് അച്ഛൻ്റെ കുഞ്ഞു പെങ്ങളുമാണ്. അപ്പോൾ അവരതൊക്കെ മുകളിൽ പാട്ട് പാടി തകർക്കുമായിരുന്നു കേട്ടോ. പിന്നെ അബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേനും കേക്ക് കട്ടിങ് ആണ്. കേക്ക് കട്ടിങ്ങിന് അവൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയത് കണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ. അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് അവൾ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളിക്കാരി കൊണ്ട് മുറിപ്പിക്കുമായിരിക്കും നോക്കുക ഓർത്തോ. പിന്നെ കൊതി കുത്തി പിണങ്ങി കിട്ടോന്നേ. കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കിറിയൊക്കെ അങ്ങ് മാറി കിട്ടോന്നേ. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു പുള്ളിക്കാരത്തിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുമെന്നൊക്കെ ഓർത്തതായിരുന്നു. പിന്നെ ചേട്ടായിമാരൊക്കെ പാട്ട് പാടി. ഇത് എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ ഇളയ മോനാണ് കേട്ടോ ഈ പാടുന്ന. ചേട്ടായി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. രണ്ടുപേരും പാടും. രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാരാണ് കേട്ടോന്നേ. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ തിരക്കുകൾക്കിടയിൽ ഇവിടെ വരാനും സഹകരിക്കാനും ഒക്കെ നല്ലൊരു മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. അവരുടെ പിള്ളേരാണ് കേട്ടോ ആയിരിക്കുന്നത്. ഒരാൾക്ക് 2 പെൺപിള്ളേരും ഒരാൾക്ക് 2 ആൺപിള്ളേരും. അവരാണ് കേട്ടോ ആയിരിക്കുന്നത് മുന്നിലും പുറകിലുമായിട്ട് സ്റ്റെയറിലിരിക്കുന്നത്. അപ്പോൾ ചേട്ടായി പാട്ടൊക്കെ പാടുവാണ്. പിന്നെ അടുത്തത് മറ്റേ ചേട്ടൻ പാടി കിട്ടുമെന്നേ. ഇനിയിപ്പോൾ എൻ്റെ കെട്ടിയവരും പാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടുകാരാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തോടെ അത്യാവശ്യം പാടുന്ന ആൾക്കാരാണ്. പിന്നെ അടുത്ത് ഞങ്ങളുടെ വീട് വരുന്ന കേസ് ഞങ്ങൾ ഒരു പാട്ടൊക്കെ പാടി ഡുവേറ്റാണ് കേട്ടോ പാടിയത്. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടായി തന്നെ ഒരു പാട്ട് പാടി കിട്ടുമെന്നേ. അത് ഞാൻ ഷോർട്സ് ആക്കി എടുത്തുകൊണ്ട് ചേട്ടായുടെ പകുതി ഭാഗം എനിക്ക് കിട്ടിയുള്ളൂ. ചേട്ടായി അത് കഴിഞ്ഞിട്ട് 2 പാട്ട് പാടി കിട്ടുമെന്നേ. വൈകുന്നേരം ആയപ്പോൾ ചേട്ടായിക്കാണെങ്കിൽ പോകണമായിരുന്നു. പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകണമായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെയും കയറിപ്പോയപ്പോൾ വൈകുന്നേരം പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിനെ പിടിച്ചൊരു ചേട്ടൻ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കായിരുന്നു. അവൾ മേടിച്ച് എൻ്റെ അടുത്തോട്ടൊക്കെ ഓടി വന്നു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ള അന്നത്തെ രാത്രിത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. രാവിലെ തന്നെ പോകുന്നു. വീട്ടിലാരുമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പോകുന്നു. കടയിൽ കയറി കുഞ്ഞിനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ഞങ്ങൾ പുണുകുന്നത്തിന് തിരിച്ച് പോരുവാണ്. അപ്പോൾ നല്ലൊരു ഇനി എന്നാണോ ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒന്ന് കാണുന്നതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഗൈസ്. അവിടെ കളിപ്പാട്ടമുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്ന് ഗൈസ് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വീട്ടിൽ വന്നു. വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാതിൽ തുറന്ന് അകത്ത് കയറി. അമ്മ വരികയല്ലോ ഇനി. അയ്യോ തുറക്കടി. അമ്മ പണിക്ക് പോയി. അമ്മ ഇവിടം വരെ പകുതി വഴിക്ക് വരെ ഉണ്ടായിരുന്നു. അമ്മ പണിസ്ഥലത്ത് ഇറങ്ങി. അമ്മ പണിസ്ഥലത്ത് ഇറങ്ങി. അപ്പം അമ്മ വരികയില്ലെന്ന്. ഇരുട്ട് കയറി വാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി ഞാൻ പഠനത്തിലോട്ട് കിടക്കുകയാണ്. ഇനിയുള്ള കാലങ്ങൾ എൻ്റെ പഠന കാലഘട്ടമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.